പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും രാജിവെച്ചു. നിങ്ങളെ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും. സാധാരണ നിലയിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഭരണമാറ്റം വരികയാണെങ്കിൽ രാജിവെക്കുകയാണ് പതിവ്. അപ്പോൾ അല്ലെങ്കിൽ ഇവരിപ്പം പിണറായി 3-0, അപ്പോൾ അടുത്ത സർക്കാർ പിണറായിയുടെ ആണെങ്കിൽ ഇവർ തുടർന്ന് പോയേനെയും. കാര്യം ഇവിടെ ഇരിക്കുന്ന പദവി തുടരായിരുന്നു. പക്ഷെങ്കിൽ അവർ നേരത്തെ തന്നെ രാജിവെച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കാരണം എന്താണെന്ന് ഞാൻ പറയുക, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ അല്ല, സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, അല്ലെങ്കിൽ സർക്കാരിന് ബോധ്യമുണ്ട്, ഈ സർക്കാർ ഇനിയും അധികാരത്തിൽ വരത്തില്ല. അത് കാരണം നാണം കെട്ട് ഇലക്ഷൻ കഴിഞ്ഞ് രാജിവെക്കുന്നതിലും ഭേദം ഇപ്പോഴേ രാജിവെക്കുകയാണെന്ന് പ്രദീപ് കുമാറും ശശിയും മനസ്സിലാക്കി. അവർ നേരത്തെ തന്നെ രാജിവെച്ചു. ഇതാണ് യാഥാർത്ഥ്യം. കാര്യം ഇത് ഒരു 10, 20, 25 ദിവസത്തെ കാര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മാസത്തെ കാര്യമേ ഉള്ളൂ. അത്രയും നിൽക്കാൻ അവർക്ക് മനസ്സില്ലെന്നുള്ളതല്ല, നിൽക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. കാര്യം അവർക്ക് തന്നെ വിവരം പിടികിട്ടി, ഇങ്ങനെ തുടർന്ന് പോയിട്ട് കാര്യമില്ല, ഇത് അടുത്ത സർക്കാർ നമ്മുടെ അല്ല. അപ്പോൾ അങ്ങനെയാണ് അവർ രാജിവെച്ചത്. അപ്പോൾ ഇത് ഈ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. കാര്യം ഇവർ ഈ പരസ്യങ്ങൾ കൊടുത്ത് പിണറായി 3-0 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് തന്നെ അറിയാം നമ്മുടെ സർക്കാരില്ലെന്ന്. അത് കാരണം ജനങ്ങൾ ബോധവാന്മാരായിരിക്കുക. അടുത്ത ഇലക്ഷന് ആരെ ജയിപ്പിക്കണം എന്ന് ജനങ്ങൾ നല്ലതായിട്ട് തന്നെ ആലോചിച്ച് വേണം വോട്ട് ചെയ്യാനായിട്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.